ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 8-ാമത് വാക്യം. ആ വചനം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: പരിഹാസി നിന്നെ പകയ്ക്കാതിരിക്കേണ്ടതിന് അവനെ ശാസിക്കരുത്, ജ്ഞാനിയെ ശാസിക്ക, അവൻ നിന്നെ സ്നേഹിക്കും എന്നുള്ള വചനമാണ്. ആരെയാണ് തിരുത്തുവാൻ, ഗുണീകരിക്കുവാൻ, ഗുണദോഷിക്കുവാൻ, ശാസിക്കുവാൻ പാടില്ലാത്തത് എന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരെ പരിഹസിക്കുന്ന, ഒന്നിനെയും വേണ്ടതുപോലെ കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും അംഗീകരിപ്പാനും മനസ്സില്ലാത്ത ബുദ്ധിഹീനരായ ആളുകളെ നാം ഒരിക്കലും തിരുത്തുവാനോ ശാസിക്കുവാനോ ഗുണദോഷിക്കുവാനോ പോകരുത് എന്ന് ഓർപ്പിക്കുമ്പോൾ തന്നെ, ജ്ഞാനികളായിരിക്കുന്ന ആളുകളെ നാം ശാസിക്കുന്നു എങ്കിൽ, അവരെ ഗുണദോഷിക്കുകയും തിരുത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു എങ്കിൽ, അത് അവരുടെ സ്നേഹത്തിന് നാം ഭാഗമായി തീരുമെന്ന് നമ്മെ ആഴമായി ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. ശമൂവേലിന് എഴുതിയ 2-ാം പുസ്തകം 12-ാം അധ്യായമെന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു ഭാഗമാണ്. ഇസ്രായേലിനെ ശക്തമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദാവീദ് ആ ഭരണചക്രം കറക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ജീവിതത്തിൽ അരുതാത്തതായ വഴികളിലൂടെ കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ്. ദൈവത്തോട് തിന്മ ചെയ്യുകയും ഒരിക്കലും ജീവിതത്തിൽ ചെയ്യുവാൻ പാടില്ലാത്ത പാപങ്ങൾ ദാവീദ് ചെയ്യുവാനും ഇടയായി തീർന്നു എന്നതാണ്. എന്നാൽ തന്നെ ശാസിക്കുവാനും തന്നെ തിരുത്തുവാനും തന്നെ ഉപദേശിപ്പാനുമായിട്ട് നാഥാൻ പ്രവാചകൻ തൻ്റെ അരികിലേക്ക് കടന്നു ചെന്നു. നാഥാൻ തന്നോട് ഒരു ഉപമ കൃത്യമായ തലത്തിൽ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. വളരെ ശാന്തമായി, വളരെ ശ്രദ്ധയോടുകൂടി ആ ഉപമകൾ കേട്ടുകൊണ്ടിരുന്ന ദാവീദ് അതിൻ്റെ അവസാനത്തിലെത്തിയപ്പോൾ ആ മനുഷ്യൻ ചെയ്തത് തിന്മയായി പോയി, അവൻ ജീവിച്ചിരിപ്പാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, ആ മനുഷ്യൻ സ്നേഹിത നീയാണ് എന്ന് നാഥാൻ പ്രവാചകൻ ദാവീദിനോട് പറയുമ്പോൾ, അവിടെ ഓർമ്മപ്പെടുത്തി പറഞ്ഞ വാക്കുകൾ നിമിത്തം ദാവീദ് നാഥാനെ പരിഹസിക്കുകയോ അപമാനിക്കുകയോ ഇറക്കി വിടുകയോ അല്ല. നാഥാൻ പറഞ്ഞ വാക്കുകൾ വളരെ ഗൗരവത്തോടുകൂടി കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ട് ജ്ഞാനത്തോടെ ജീവിച്ചു വരുന്ന ദാവീദ് നാഥാൻ പ്രവാചകൻ്റെ മുൻപിൽ ദൈവത്തോട് ക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിപ്പാൻ താൻ തയ്യാറാണ് എന്ന് പറയുക മാത്രമല്ല, നാഥാൻ പ്രവാചകനോട് ദാവീദിന് അതിരറ്റ സ്നേഹവും വാത്സല്യവും ഉണ്ടാകുവാൻ ഇടയായിത്തീരുകയും ചെയ്തു എന്ന് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ നാം തിരിച്ചറിയേണ്ടത്, നാം ഒരിക്കലും ബുദ്ധിഹീനരായ ആളുകളെ തിരുത്തുവാനോ ഉപദേശിക്കുവാനോ ശാസിക്കുവാനോ പോകരുതെന്നും, അത് നാം അധികം മോശക്കാരായിത്തീരുന്നതിന് കാരണമായിത്തീരുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, നാം ഒരാളിനെ ശാസിക്കുമ്പോൾ, നാം ഒരാളിനെ ഗുണദോഷിക്കുമ്പോൾ, നാം ഒരാളിനെ ഉപദേശിക്കുമ്പോൾ, ജ്ഞാനികളായ ആളുകളെ മാത്രമേ നാം അതിനുവേണ്ടി എടുക്കാവൂ എന്നും, അങ്ങനെയെങ്കിൽ മാത്രമേ അത് നന്മയായി തീരുകയുള്ളെന്നും ഓർമ്മപ്പെടുത്തുകയാണ്.
പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്നാവാൻ സാധ്യതയുള്ള, തിരുത്തുവാൻ സാധ്യതയുള്ള ആളുകളെ ഉപദേശിക്കുന്നവരും തിരുത്തുന്നവരും ശാസിക്കുന്നവരുമായി തീരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ജ്ഞാനമില്ലാത്തവരെ ശാസിച്ചിട്ട് ഞങ്ങൾ മോശക്കാരായി തീരുന്നതായ അനുഭവമല്ല. ഞങ്ങൾ ജ്ഞാനികളെ ശാസിക്കുകയും അവരുടെ സ്നേഹവും അവരുടെ അനുഗ്രഹവും കാണുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവാനുഗ്രഹവും കൊണ്ട് നിറയ്ക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.